വാട്സപ്പിലുള്ള കോൺടാക്റ്റുകൾ മറ്റൊരു വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും. കോൺടാക്റ്റുകൾ ക്ലിക്ക് ചെയ്ത് വാട്സപ്പിലൂടെ ഷെയർ ചെയ്യാൻ പലർക്കും അറിയാം. അതറിയാത്തവർക്കും അത് ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ രണ്ട് സെറ്റിങ്സുകളും എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കിയാലോ. അതിനു മുമ്പ് ഈ കോട്ടയം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അന്ന് നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് പോകാം. അറിയാത്തവർക്ക് വേണ്ടിയാണ് കോൺടാക്റ്റുകൾ എങ്ങനെ വാട്സപ്പിലൂടെ ഷെയർ ചെയ്യുമെന്ന് ആദ്യം പരിചയപ്പെടുത്താം. ഫോൺ ഓപ്പൺ ചെയ്ത ശേഷം ആ ഫോൺ കോൾ വിളിക്കുന്ന ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഡയൽ പാഡ് ഓപ്പൺ ആയി വരുമ്പോൾ കോൺടാക്റ്റ് ക്ലിക്ക് ചെയ്യുക. അതോടെ നമ്മുടെ കോൺടാക്റ്റുകളെല്ലാം അവിടെ വന്നതായി കാണാൻ സാധിക്കും. ഞാൻ അവിടെ രാജേഷ് കോട്ടയം എന്ന കോൺടാക്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ കോൺടാക്റ്റ് ഇങ്ങനെ വന്നതായി കാണാൻ സാധിക്കും. QR കോഡിൻ്റെ അടുത്തുള്ള എഡിറ്റിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ഇങ്ങനെ വന്നതായി കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് പേര് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഞാൻ ചേഞ്ച് ചെയ്ത് കാണിച്ചു തരാം. പേരിൽ ചേഞ്ച് ആക്കി രാജേഷ് എന്നാക്കിയ ശേഷം സേവ് ചെയ്തു. QR കോഡ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ രീതിയിലും നിങ്ങൾക്ക് കോൺടാക്റ്റുകൾ വാട്സപ്പിലൂടെ ഷെയർ ചെയ്യാൻ സാധിക്കും. ഈ QR കോഡ് എന്നൊരു ഓപ്ഷൻ കണ്ടോ, ഇങ്ങനെയും നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കമൻറ്റ് ബോക്സിൽ പിന്ന് ചെയ്തേക്കാം. ഇനി ചെയ്യേണ്ട ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ രണ്ട് ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഞാനൊന്നിൽ ക്ലിക്ക് ചെയ്തു. അവിടെ അപ്പോൾ വാട്സപ്പ് ഇങ്ങനെ വന്നതായി കാണാൻ സാധിക്കും. നിങ്ങൾ തിരഞ്ഞെടുത്ത ശേഷം നിങ്ങൾ വാട്സപ്പിലേക്ക് വരിക. ഞാൻ രാജേഷ് കോട്ടയത്തിലേക്ക് ഷെയർ ചെയ്യുന്നു. ഇനി വാട്സപ്പിലെ കോൺടാക്റ്റ് എങ്ങനെ ഷെയർ ചെയ്യുമെന്ന് നോക്കാം. അതിനായി നിങ്ങൾ വാട്സപ്പിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വാട്സപ്പ് ഇങ്ങനെ ഓപ്പൺ ആയി വന്നതായി കാണാൻ സാധിക്കും. രാജേഷ് കോട്ടയം വാട്സപ്പിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ വാട്സപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ നേരെ താഴെ ഒരു പിൻ ഐക്കൺ കാണും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ കോൺടാക്റ്റുകൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഞാനൊരു കോൺടാക്റ്റ് ക്ലിക്ക് ചെയ്തു. ശേഷം ഫോൺ നമ്പർ സെൻഡ് ചെയ്യാനായി പിൻ ഐക്കണിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ അത് ആഡാകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ സെൻഡ് ചെയ്ത ഫോൺ നമ്പർ ആഡായിട്ടുണ്ട്. അവിടെ ഇപ്പോൾ അയക്കേണ്ട കോൺടാക്റ്റ് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകളുമായി വരാമെന്ന നല്ല ആത്മവിശ്വാസത്തോടെ ഗുഡ് ബൈ.